ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിഷു പ്രമാണിച്ച് നമ്മൾ ഇന്നൊരു ധാവണിയാണ് ചെയ്യുന്നത്. അപ്പം ധാവണിക്ക് നമ്മളൊരു സാരി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാരിക്ക് മാച്ചിങ് ആയിട്ടുള്ള ഈ കളറാണ്, ഒരു മാമ്പഴമഞ്ഞ കളറിലാണ് നമ്മുടെ സാരി ഇരിക്കുന്നത്. എന്നിട്ട് അതിന് കോൺട്രാസ്റ്റായിട്ട് നമ്മളതിൻ്റെ ഉടുക്കുന്ന ഷോളും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാരി എടുത്തിട്ട് ഇതിൻ്റെ മുന്താണി ഭാഗവും, അപ്പം നമ്മൾ മുന്താണി ഭാഗവും ബ്ലൗസിൻ്റെ നമുക്കുള്ള ആ സാരിക്ക് ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിരിക്കുമല്ലോ, ആ ഭാഗവും ഞാനങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗമാണ് ഇത്. നമ്മുടെ കണ്ടാൽ അറിയാമല്ലോ, നമ്മുടെ സാരിയുടെ മുന്താണിയാണ്. ഇത് ഞാനങ്ങ് കട്ട് ചെയ്ത് മാറ്റി. അതേപോലെ ഇത് നമ്മുടെ ബ്ലൗസിൻ്റെ ഭാഗമാണ്. ഇത് ഞാനങ്ങ് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ പിന്നുള്ള സാരി എന്ന് പറയുന്നത് ഒരു 4.25 മീറ്ററോളം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ വിചാരിച്ചു, അപ്പോൾ ഇതിൻ്റെ കൂടെ ബ്ലൗസും കൂടെ ഇത് തന്നെ കൊടുക്കാവുന്നു. അപ്പോൾ ബ്ലൗസിന് വേണ്ടിയിട്ട് ബോഡി പാർട്ട് മാത്രമേ ഞാൻ ഈ ഭാഗം വെക്കുന്നുള്ളൂ, മാമ്പഴമഞ്ഞ വെക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അതിനകത്ത് നിന്ന് 3/4 മീറ്ററോളം ബ്ലൗസിന് ഞാനിങ്ങനെ വെട്ടി മാറ്റി. എന്നിട്ട് ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവ് ഈ നമുക്ക് ബ്ലൗസ് പീസിൻ്റെ ഭാഗം എടുത്ത് നമുക്ക് സ്ലീവിനും കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഈ ബ്ലൗസിനുള്ള ലൈനിങ് ഞാൻ 1 മീറ്റർ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ബാക്കി കിട്ടുന്ന നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ബോർഡർ ഉണ്ടല്ലോ, ചെറിയ ബോർഡർ, ഇത് നമ്മുടെ ഷോളിലും വെച്ച് കൊടുക്കാം. ഈ ചെറിയ ബോർഡർ നമുക്ക് ഷോളിലും വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷോളിന് എടുത്തേക്കുന്ന മെറ്റീരിയൽ ഏതാണെന്ന് വെച്ചാൽ വിചിത്ര സിൽക്കാണ്. നല്ല ഡാർക്ക് പച്ച കളർ വിചിത്ര സിൽക്കാണ്. അപ്പം നമുക്ക് ആദ്യം കട്ട് ചെയ്യാനുള്ളത് നമ്മുടെ സ്കേർട്ട് പാർട്ട് അങ്ങ് കട്ട് ചെയ്യാം. അതാകുമ്പോൾ എളുപ്പമൊന്നുമില്ല. സ്കേർട്ട് പാർട്ട് അപ്പം നമുക്കങ്ങ് കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആ പാവാടയിൽ മുഴുവൻ പ്ലീറ്റ്സ് നമ്മൾ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാവാട വെച്ച് പ്ലീറ്റ്സ് എടുക്കുന്നത് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്യുമല്ലോ നമ്മൾ ലെങ്ത്തിനനുസരിച്ച്. അപ്പം ബാക്കി ഭാഗത്തോട്ട് എങ്ങനെയാണ് ഈ പ്ലീറ്റ്സ് ഇങ്ങനെ ആക്കിയെന്ന് കാണിച്ചു തരാം. അതേപോലെ നമുക്ക് കുറേ മുട്ടുസൂചി വേണേ. അപ്പോൾ മുകൾ ഭാഗത്ത് നമ്മൾ എങ്ങനെയാണോ പ്ലീറ്റ്സ് എടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ താഴ്ഭാഗത്തും നന്നായിട്ട് അതേപോലെ രീതിയിൽ 2 പേര് പിടിച്ചിട്ടായാലും നന്നായിട്ട് പ്ലീറ്റ്സ് എടുക്കണം. എന്നിട്ട് നന്നായിട്ട് അയൺ ചെയ്യുകയും ചെയ്യണേ. അപ്പം നമുക്ക് ഈ പ്ലീറ്റ്സ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഒന്ന് കാണാം. ഇതിപ്പോൾ നമ്മുടെ സ്കേർട്ടാണെന്ന് നമ്മൾ വിചാരിച്ചിട്ട് ആദ്യം നമ്മൾ സ്കേർട്ടിൻ്റെ അറ്റത്തൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. വീണ്ടും അവിടുന്ന് ഒരു 1.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുക. അപ്പം 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ അവിടുന്ന് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. 7 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ അവിടുന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ അവിടുന്ന് 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് തന്നെ റിപ്പീറ്റ് ആയിട്ട് തന്നെ പോണേ. ഇത് ആ സ്കേർട്ട് ഈ ടേബിളിൻ്റെ മണ്ടയിൽ ഇടാൻ ഒക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം നമ്മുടെ മാർക്കിംഗ് എല്ലാം കറക്റ്റായിട്ട് വരച്ചിട്ട് ഈ ഫസ്റ്റിൽ നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അതങ്ങ് വിടുക. ഈ അടുത്ത സെക്കൻഡിൻ്റെ ആ വര നമ്മുടെ ഈ 7 ഇഞ്ചിലോട്ട് കൊണ്ട് നമ്മൾ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു പിൻ കുത്തുക. അതേപോലെ നമ്മൾ ഇതിപ്പോൾ ആകുമ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, പക്ഷെ സ്കേർട്ട് ആകുമ്പോൾ പോകും. അവിടെയും താഴെയും നമ്മൾ ഒന്ന് പിൻ കുത്തുക. ഇനി എന്നിട്ട് അടുത്ത 1.5 ഇഞ്ച് ഉണ്ടല്ലോ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ 1.5 ഇഞ്ച് പിന്നെയും ഈ 7 ഇഞ്ചിലോട്ട് കൊണ്ടുവെക്കുക. അടുത്ത 1.5 ഇഞ്ചും ഈ 7 ഇഞ്ചിലോട്ട് കൊണ്ടുവച്ചിട്ട് അവിടെ നമ്മളൊരു പിൻ കുത്തുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പമുണ്ട്, പക്ഷേ സ്കേർട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി പാടും. എന്നിട്ട് ഇവിടെയും താഴെയും പിൻ കുത്തുക. എന്നിട്ട് അടുത്ത 1.5 ഇഞ്ചും
7 ഇഞ്ചിലോട്ട് കൊണ്ടുവെക്കും. എന്നിട്ട് അവിടെയും ഒരു പിൻ കുത്തും. പിന്നെ അടുത്ത 1.5 ഇത് ഈ 7 ഇഞ്ചിലോട്ട് കൊണ്ടുവന്ന് മുട്ടിച്ചിട്ട് അവിടെയും പിൻ കുത്തും. പിന്നെ ഇതിൽ വേറെ ഒന്ന് ചെയ്യാവുന്നത്, നമ്മൾ ഇതുപോലെ ഇവിടെ 1.5 ഇഞ്ച് 7 ഇഞ്ച് ഇതെടുത്തതുപോലെ താഴെയും കൂടെ അങ്ങനെ ഇടാൻ പറ്റുമെങ്കിൽ എളുപ്പമുണ്ട്. ഈ എടുക്കുന്ന പ്ലീറ്റ് തന്നെ കറക്റ്റായിട്ട് താഴെയും കിട്ടും. നമുക്ക് 1.5 ഇഞ്ച്, എന്നിട്ട് ഇടയ്ക്കൊന്ന് നോക്കിക്കോണം. ഇത് തമ്മിൽ നമ്മളിപ്പോൾ 1.5 ഇഞ്ചല്ലേ ഗ്യാപ്പ് ഇട്ടേക്കുന്നത്, കണ്ടോ? ഇത് 1.5 ഇഞ്ച് ഗ്യാപ്പ് തന്നെയാണോ എന്നൊന്ന് നോക്കണം. അതുപോലെ നേരെ പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് മറ്റേതിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടേക്കുന്നത് സ്കേർട്ടിൽ. അപ്പം സ്കേർട്ടിൻ്റെ പ്ലീറ്റ്സ് കഴിഞ്ഞു. ഞാനിവിടെ ബാൻഡ് പീസിൻ്റെ വണ്ണം എടുക്കുന്നത് മൊത്തം കൂടെ കൂട്ടി 40 ഇഞ്ചിലാണ് ബാൻഡ് പീസിൻ്റെ വണ്ണം എടുക്കുന്നത്. 40 ഇഞ്ച് എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ, നമ്മുടെ പാവാടവള്ളി കെട്ടുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ പോർഷൻ്റെ ചുറ്റുമുള്ള വണ്ണം എടുക്കുക. ഇപ്പോൾ പാവാടവള്ളിയാണെങ്കിൽ ചുറ്റുമുള്ള അതിൻ്റെ വണ്ണം എടുത്തിട്ട് അതിൻ്റെ കൂടെ 4 ഇഞ്ച് എക്സ്ട്രാ ഇടുക. ഇവിടുത്തെ എൻ്റെ എടുക്കുന്ന ചുറ്റും പാവാട കെട്ടുന്നതിൻ്റെ ചുറ്റിനുള്ളത് 35 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ കൂടെ 4 ഇഞ്ചും കൂടെ കൂട്ടുമ്പോൾ 39. പിന്നെ നമുക്ക് 1 ഇഞ്ച് അപ്പുറത്തെ വശത്തും ഇപ്പുറത്തെ വശത്തും നമുക്ക് അടിക്കണമല്ലോ. ബാൻഡിൻ്റെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും നമ്മൾ 1/2 ഇഞ്ച് അടിക്കുമ്പോൾ 1 ഇഞ്ചും കൂടെ കൂട്ടി എടുത്തിട്ട് അങ്ങനെ ടോട്ടൽ 40 എടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ ഇപ്പം നമ്മളിതിൻ്റെ വണ്ണം എടുത്തു. ഇനി ഇതിൻ്റെ ലെങ്ത് ഞാൻ എടുക്കുന്നത് 5 ഇഞ്ചാണ്. 5 ഇഞ്ച് ലെങ്ത് അങ്ങോട്ട് അടയാളപ്പെടുത്തുക. ഇങ്ങനെ 5 ഇഞ്ച് ലെങ്ത് നമ്മൾ 40 ഇഞ്ചിൻ്റെ എവിടെ വരെയാണോ എടുത്തത് അവിടെ വരെ നമ്മൾ 5 ഇഞ്ചിൽ മാർക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ 5 ഇഞ്ചിൻ്റെ ബാൻഡ് പീസ് കട്ട് ചെയ്ത് ഇതിനോട് കസവ് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ആ കസവിൻ്റെ പോർഷൻ എടുക്കുക, അത് നമുക്ക് മുകളിൽ വള്ളി വെക്കുന്ന ഭാഗത്ത് വേണമെങ്കിൽ കസവ് ഉൾപ്പെടെയായിട്ട് നമുക്ക് എടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഇത് ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള തുണി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി എന്നിട്ട് നിങ്ങളിതൊന്ന് വെച്ച് നോക്കണം. ഈ ബാൻഡ് പീസ് ഒന്ന് വെച്ച് നോക്കണം. പിന്നെ ടൈറ്റ് ആയിട്ട് തോന്നുന്നെങ്കിൽ 1 ഇഞ്ചോ 2 ഇഞ്ചോ എക്സ്ട്രാ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അതനുസരിച്ച് ആ പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ ചിലർക്ക് ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നതായിരിക്കും. വള്ളി കെട്ടുന്നതല്ലേ, അപ്പോൾ ലൂസായിട്ടിരിക്കുന്നവർക്ക് ഇച്ചിരി കൂടെ ലൂസ് എടുക്കാം. ഇതിപ്പം ഞാൻ എൻ്റെ അളവിൽ കാണിച്ചതന്നേ ഉള്ളേ. ഇനി എന്നിട്ട് നമ്മൾ പ്ലേറ്റ്സ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സ്കേർട്ടിൻ്റെ 2 വശവും ഒരു 1/4 ഇഞ്ച് വെച്ച് ഒരു 4 ഇഞ്ച് ഇറക്കത്തിൽ, ഇവിടുന്ന് 4 ഇഞ്ച് ഇറക്കത്തിൽ ഒരു 1/4 ഇഞ്ച് വെച്ച് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യണേ. ഈ ഭാഗവും സ്റ്റിച്ച് ചെയ്യണം, സ്കേർട്ടിൻ്റെ അപ്പുറത്തെ ഭാഗവും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ 1/2 ഇഞ്ച് ഇവിടെ ഇങ്ങനെ മടക്കി അടിക്കണം. നമ്മൾ 1/2 ഇഞ്ച് ഇങ്ങനെ മടക്കി അടിക്കണം. ആദ്യം മടക്കി അടിച്ചിട്ട് നമ്മുടെ ഈ സ്കേർട്ടിൻ്റെ, ഇത് പന്നവശം സ്കേർട്ടിൻ്റെ, ഈ സ്കേർട്ടിൻ്റെ പന്നവശത്തോട്ട് ഈ ഭാഗം എടുത്ത് ഇങ്ങനെ നമ്മൾ 1/2 ഇഞ്ചിലങ്ങ് സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് മറിച്ച് നല്ല വശത്തോട്ട്, ഇത് ഞാനിവിടെ ഇങ്ങനെ ഒന്ന് പിൻ കുത്തി കാണിക്കാമേ. ഇപ്പോൾ ഇത് നമ്മൾ 1/2 ഇഞ്ചിൽ മടക്കി അടിച്ചു. 2 തവണ മടക്കി അടിക്കണേ, ഞാൻ 1 തവണ പിന്നൊന്ന് കുത്തിയേക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ അവിടെ മടക്കി അടിച്ചതിന് ശേഷം ഇതിൻ്റെ പന്നവശത്ത്, സ്കേർട്ടിൻ്റെ പന്നവശത്ത് ഈ നമ്മുടെ പടിയുടെ പീസ് മണ്ടയിൽ കൊണ്ടുവച്ചിട്ട് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് പോവുക. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും, ഇതിങ്ങനെ ഇരിക്കുമല്ലോ. എന്നിട്ട് നമ്മളിത് നല്ല വശത്തേക്ക് ഇടുക. നമ്മുടെ നല്ല ഭാഗത്തേക്ക് ഇട്ടിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് മടക്കി, 1/2 ഇഞ്ച് തന്നെ മടക്കണം. മടക്കിയിട്ട് ഈ പോർഷൻ കവർ ചെയ്യുന്ന രീതിയിൽ ഇവിടെയും കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. ഇതുപോലെ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെയും മടങ്ങിയിരിക്കും, ഇവിടെയും നല്ല നീറ്റായിട്ട് നമ്മൾ ആ തയ്ച്ചതിൻ്റെ മണ്ടയിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കും. അപ്പം നല്ല നീറ്റായിട്ട് പാവാട ഇരിക്കും. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാമേ. അങ്ങനെ നമ്മുടെ വേസ്റ്റ് ബാൻഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്.
നമ്മൾ പ്ലേറ്റ്സുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്കിതിൻ്റെ സൈഡ് ഭാഗം അടിക്കണം. സൈഡ് ഭാഗം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു 3 ഇഞ്ച് താഴോട്ട്, നമ്മൾ ഈ ബാൻഡ് വെച്ചെടുത്തുനിന്ന് ഒരു 3 ഇഞ്ച് താഴോട്ട് വെച്ചിട്ട് നമ്മൾ ചീത്ത വശത്ത് താഴോട്ട് ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ താഴോട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്യണം. 2 തവണ സ്റ്റിച്ച് ചെയ്യണേ. ഇനി നമുക്ക് വള്ളി തയ്ക്കാൻ വേണ്ടി 1 ഇഞ്ചോ 1.5 ഇഞ്ചോ എടുത്തിട്ട് ഇങ്ങനെയൊന്ന് മടക്കുക. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെയൊന്ന് മടക്കുക. 2 സൈഡും മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. 2 സൈഡും മടക്കിയിട്ട് ഒരു മടക്കൂടെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ വള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വള്ളി എത്രയാണെന്ന് വെച്ചാൽ ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിൻ്റെ ബ്ലൗസ് തയ്ക്കാം. ബ്ലൗസ് നമ്മൾ പ്രിൻസസ് കട്ടിലാണ് തയ്ക്കുന്നത്. അപ്പം നമുക്ക് ബ്ലൗസ് തയ്ക്കാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.